Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PBCET 404 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 11th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോഫാർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഡിസൈൻ ഓഫ് സിംഗിളി റീഇൻഫോഴ്സ്ഡ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമും കാൻറ്റിലിവർ ബീമും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നമുക്ക് ഈ മൊഡ്യൂളിൽ ഒരു ചെറിയൊരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസൈൻ പഠിച്ചപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് പറഞ്ഞു പോയായിരുന്നു. എങ്കിലും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഷിയർ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഷിയറിനെ പറ്റിയിട്ടുള്ള IS കോഡ് പ്രൊവിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ മോഡ്സ് ഓഫ് ഫെയിലിയർ. ഫോർ ബീംസ് വിത്ത് ലോ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ആൻഡ് ഇൻഅഡിക്വേറ്റ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ദ ഫെയിലിയർ മേ ബി ഡ്യൂ ടു ഷിയർ. അപ്പോൾ നമ്മൾ L/D റേഷ്യോ വളരെ ലോ ആയിട്ട് എടുത്തേക്കുന്ന ഒരു ബീമിന് നമ്മൾ ഇൻഅഡിക്വേറ്റ് ആയിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ആ ബീമിനുണ്ടാകാൻ പോകുന്ന ഫെയിലിയർ മേ ബി ഡ്യൂ ടു ഷിയർ ആയിരിക്കും. ദ ഫെയിലിയർ ഡ്യൂ ടു ഷിയർ ഈസ് സഡൻ ആസ് കമ്പയർഡ് ടു ഫെയിലിയർ ഡ്യൂ ടു ഫ്ലെക്സർ. ഇപ്പോൾ സാധാ ഫ്ലെക്സറൽ ഫെയിലിയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷിയറിൻ്റെ ഫെയിലിയർ കുറച്ചുകൂടി സഡൻ ആയിരിക്കും. 5 modes of failure due to shear are identified. അപ്പോൾ സോഫാർ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇൻഅഡിക്വസി കൊണ്ട് 5 ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് കോൺക്രീറ്റുകളിൽ ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ, ഷിയർ കംപ്രഷൻ ഫെയിലിയർ, ഷിയർ ടെൻഷൻ ഫെയിലിയർ, വെബ് ക്രഷിംഗ് ഫെയിലിയർ, ആർച്ച് റിബ് ഫെയിലിയർ. ഇതൊക്കെയാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രോപ്പർ ഡിസൈൻ അല്ലെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് കോൺക്രീറ്റിലുണ്ടാകുന്ന 5 ടൈപ്പ് ഓഫ് ഫെയിലിയർ. The mode of failure depend upon span to depth ratio, loading, cross section of beam, amount and anchorage of reinforcement. അപ്പോൾ ഈ ഓരോ 5 ടൈപ്പ് ഫെയിലിയറും മാറാനുള്ള ചാൻസ്, അതായത് ഏതൊക്കെ രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ബീമിൻ്റെ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ, അതായത് L/D റേഷ്യോ, പിന്നെ ആ ബീമിൽ കൊടുത്തേക്കുന്ന ലോഡിങ്, പിന്നെ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ അതായത് B-യും D-യും, പിന്നെ ആ നമ്മൾ കൊടുത്തേക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ അതെത്ര ഡെപ്തിലൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതേത് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് ഒക്കർ ചെയ്യുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഫെയിലിയറിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ, ഇറ്റ് ഈസ് ആൻ ഇൻക്ലൈൻഡ് ക്രാക്ക് പ്രൊപ്പഗേറ്റ്സ് റാപ്പിഡ്ലി ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ പ്രോപ്പറായിട്ട് വെർട്ടിക്കൽ സ്റ്റിറപ്സ് പോലത്തെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഫെയിലിയറാണ് ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ. അത് താഴെ നിന്നാണ് ക്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ പോയിന്റിൽ നിന്ന് ക്രാക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് പതുക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മുകളിലേക്ക് എത്തി നമ്മുടെ ആ ബീം ക്രാക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അടുത്ത ഷിയർ കംപ്രഷൻ ഫെയിലിയർ. ദ ക്രഷിംഗ് ഓഫ് കോൺക്രീറ്റ് നിയർ ദ കംപ്രഷൻ ഫ്ലാഞ്ച് എബോവ് ദ ടിപ്പ് ഓഫ് ഇൻക്ലൈൻഡ് ക്രാക്ക്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഈ ഇൻക്ലൈൻഡ് ക്രാക്ക് പതുക്കെ വലുതായി ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ നിന്ന് ആ ഒരു കോൺക്രീറ്റിനെ ക്രഷ് ചെയ്ത് ഫെയിലിയർ ഉണ്ടാകും. അപ്പോൾ ഇതും കൂടുതലായിട്ട് സംഭവിക്കുന്നത് കംപ്രഷൻ ഫ്ലാഞ്ചിലാണ്. അപ്പോൾ നമുക്കറിയാം ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രാക്ക് എപ്പോഴും ഒക്കർ ചെയ്യുന്നത് ബോട്ടത്തിൽ നിന്നായിരിക്കും. അത് പതുക്കെ വലുതായി കംപ്രഷൻ സോളിലെത്തി കഴിയുമ്പോഴത്തേക്കും അത് അവിടെ നിന്ന് ക്രഷ് ചെയ്ത് പോകും. അടുത്തത് ഷിയർ ടെൻഷൻ ഫെയിലിയർ. ഇൻഅഡിക്വേറ്റ് ആങ്കറേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ്, diagonal cracks propagate horizontally along the bars. If no shear reinforcement, crack extend rapidly to the top of the beam, leading to sudden failure termed diagonal tension failure. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ഇൻഅഡിക്വേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ആങ്കർ ചെയ്തൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഡയഗണൽ ക്രാക്സ് പതുക്കെ ഒക്കർ ചെയ്യാൻ തുടങ്ങും. ഈ താഴെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഈ ക്രാക്ക് പതുക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇത് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് വെർട്ടിക്കൽ സ്റ്റിറപ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ അവിടെ ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ ഒക്കർ ചെയ്യും. അടുത്തത് വെബ് ക്രഷിംഗ് ഫെയിലിയർ. ദ കോൺക്രീറ്റ് ഇൻ ദ വെബ് ക്രഷസ് ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് വെബ് തിക്നെസ്. ദ ക്രഷിംഗ് ഓഫ് കോൺക്രീറ്റ് ഇൻ വെബ് പോർഷൻ ബിറ്റ്വീൻ ഇൻക്ലൈൻഡ് ക്രാക്സ് അണ്ടർ ഡയഗണൽ കംപ്രഷൻ ഫോഴ്സസ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബിൻ്റെ തിക്നെസ് ഇൻഅഡിക്വേറ്റ് ആണെങ്കിലാണ് ഈ ഒരു ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ വെബിൻ്റെ തിക്നെസ് വളരെ ഇൻഅഡിക്വേറ്റ് ആണെങ്കിൽ നമ്മളവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് വെബിൻ്റെ പോർഷനിൽ, വെബ് ഉള്ള നടുക്കത്തെ പോർഷനിൽ ഇൻക്ലൈൻഡ് ക്രാക്സ് വന്ന് അത് പതുക്കെ വെബ് ക്രഷിംഗ് ഫെയിലിയർ, കംപ്രഷൻ ഫെയിലിയർ ആയിട്ട് ഒക്കർ ചെയ്യും. അടുത്തത് ആർച്ച് റിബ് ഫെയിലിയർ.
ഇത് കൂടുതലായിട്ട് ഡീപ്പ് ബീംസിലാണ് വരുന്നത്. ഇൻ ഡീപ്പ് ബീംസ് വെബ് മേ ബക്കിൾ ആൻഡ് സബ്സിക്വൻ്റ്ലി ക്രഷ്. ഇപ്പോൾ ഡീപ്പ് ബീംസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഡെപ്തിലുള്ള ബീമാണെങ്കിൽ ഇതിൻ്റെ വെബ് പോർഷൻ ഏകദേശം നടുക്കത്തെ പോർഷൻ പതുക്കെ ബക്കിൾ ചെയ്യാന്ന് വെച്ചാൽ ബെൻഡ് ചെയ്യും. അത് ബെൻഡ് ചെയ്തിട്ട് പതുക്കെ ക്രഷ് ചെയ്ത് പോകും. ദർ ക്യാൻ ബി ആങ്കറേജ് ഫെയിലിയർ ഓർ ഫെയിലിയർ ഡ്യൂ ടു ബെയറിംഗ്. ഇത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ ആങ്കറേജ് ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ബെയറിംഗ് ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു ഫെയിലിയറിൻ്റെ ഡയഗ്രാമാണ് ഈ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ബ്രീഫ് തിയറിയാണ് പറഞ്ഞത്. ഇത് ഇതുവരെ അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് അഥവാ ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്സ് മെൻഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ്ലി കിടക്കാം. നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, ഷിയർ ഡിസൈനാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഷിയർ ഫോഴ്സ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. MOSലൊക്കെ നമ്മൾ പഠിച്ചു വന്നതാണ്. ദ ആൾജിബ്രിക് സം ഓഫ് വെർട്ടിക്കൽ അൺബാലൻസ്ഡ് ഫോഴ്സസ് ആക്ടിങ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എ സെക്ഷൻ ഈസ് നോൺ ആസ് ഷിയർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെക്ഷൻ എടുത്താൽ സെക്ഷൻ്റെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൺസിഡർ ചെയ്താൽ അവിടുന്ന് വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ നെറ്റ് സമ്മിനെയാണ് നമ്മൾ ഷിയർ എന്ന് പറയുന്നത്. അതേപോലെ ഷിയർ ഫോഴ്സ് നമുക്ക് V കൊണ്ട് നൊട്ടേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ട്രാൻസ്ഫേർഡ് ഇൻറ്റേർണലി. ഓക്കെ, ഒരു ബീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണലി ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ്, വെർട്ടിക്കൽ ഫോഴ്സിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഷിയർ സ്ട്രെസ്സിന് നമ്മൾ ടോ വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് പാരലൽ ടു ദ സർഫസ് ആൻഡ് കോസ് സ്ലൈഡിങ്. അപ്പോൾ ഇത് സർഫസിന് പാരലായിട്ടാണ് ഒക്കർ ചെയ്യുന്നത്, അത് സ്ലൈഡിങ് ഫെയിലിയറാണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഡൽ പ്രൊവിഷനിലേക്ക് പോകാം. ഇപ്പോൾ കോഡൽ പ്രൊവിഷൻസ് നമ്മുടെ IS 456/2000 പേജ് 72-73 തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പ്രോബ്ലം ചെയ്തപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ടോ വി ഈസ് ഈക്വൽ ടു VU/BD. VU എന്താണ്, B എന്താണ്, D എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. VU എന്ന് വെച്ചാൽ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സാണ്. Bയും Dയും ബീമിൻ്റെ ഡെപ്തും എഫക്റ്റീവ് ഡെപ്തുമാണ്. രണ്ടാമത് ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, നമ്മൾ ടോ C വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടോ V ആണ് യൂസ് ചെയ്യുന്നത്, അതിനെ നോമിനൽ ഷിയർ സ്ട്രെസ് എന്നാണ് പറയുന്നത്. അടുത്തത് ടോ C ആണ്, അത് നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇത് നമുക്ക് പേജ് നമ്പർ 72 ടേബിൾ 19 കിട്ടും. പേജ് നമ്പർ 73 ടേബിൾ നമ്പർ 19 കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞാൽ മൂന്നാമത് നമുക്ക് വരുന്ന കാൽക്കുലേഷൻ ടോ C മാക്സ് ആണ്. അത് മാക്സിമം ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇത് നമുക്ക് പേജ് നമ്പർ 73 ടേബിൾ 20 കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 വാല്യൂസ് ഇതൊക്കെയാണ്. ആദ്യം ടോ V, ടോ C മാക്സ്. ഇനി നമുക്ക് ടോ V ലെസ് ദാൻ ടോ C ലെസ് ദാൻ ടോ C മാക്സ് എന്നാണെങ്കിൽ ഇത് സേഫ് കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇൻ കേസ് ടോ V ഗ്രേറ്റർ ദാൻ ടോ C എന്നാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. VUS, ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൽ ആദ്യം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ VUS ഇസ് ഈക്വൽ ടു VU മൈനസ് ടോ C ഇൻറ്റു BD. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ഇത്രയും ഫോഴ്സിനായിരിക്കും, ഇത്രയും ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇക്വേഷൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടുത്തെ സ്പേസിങ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ കണ്ടുപിടിച്ച ഈ VUS എന്ന് പറയുന്ന ഫോഴ്സ്, അത്രയും ഷിയർ ഫോഴ്സാണ് നമ്മുടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസിങ്, അതിൻ്റെ താഴെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. VUS is equal to 0.87 FY ASVD / SV. അപ്പോൾ ഇത് നമ്മൾ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിനകത്ത് SV എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റിറപ്സിൻ്റെ സ്പേസിംഗ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കോഡ് ബുക്കിൽ പേജ് നമ്പർ 72 എടുക്കുക. ജസ്റ്റ് ഒരു ഓർഡറിലൊന്ന് പറയാം. പേജ് നമ്പർ 72 ഓഫ് കൊളാപ്സ് ഷിയർ ആണ്. അതിൻ്റെ അത് ഫസ്റ്റ് ഹെഡിങ് 40.1 നോമിനൽ ഷിയർ സ്ട്രെസ്. അതെന്താ എന്ന് പറയുന്നത്, സ്ട്രെസ് ഇൻ ബീം ഓഫ് യൂണിഫോം ഡെപ്ത് ഷാൽ ബി ഒബ്റ്റൈൻഡ് ബൈ ടോ V ഈസ് ഈക്വൽ ടു VU/BD. VU, Bയും Dയും എന്താണെന്ന് കറക്റ്റായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ബീംസ് ഓഫ് വേരിയിങ് ഡെപ്ത് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ്. ബീംസ് ഓഫ് വേരിയിങ് ഡെപ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻഡിലിവർ എൻഡൊക്കെ ഉണ്ട്. ഈ രീതിയിൽ ഒരെൻഡിൽ ഡെപ്ത് കൂടുതലും ഒരെൻഡിൽ ഡെപ്ത് കുറവും. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് ഡെപ്തുള്ള വേരിയിങ് ഡെപ്തുള്ള ഒരു ബീം ആണെങ്കിൽ ടോ V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. VU plus or minus MU/D into tan beta divided by B into D. ഓരോ ടേംസ് എന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് ഓരോ പോയിൻറ്റ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ക്ലോസ് 40.2.3 പറയുന്നു വിത്ത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ഈവൺ വിത്ത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ടോവി കണ്ടുപിടിക്കുന്നത് പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് അടുത്ത ടോസി മാക്സും കണ്ടുപിടിക്കുന്നത് പറയാം. അപ്പോൾ ഈ ഒരു ഇതാണ് ടേബിൾ 19. ഇത് പേജ് 73 ആണ്, IS 456/2000. ഈ ടേബിൾ 19 നമുക്ക് ടോസിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ ടോസിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടോസി കണ്ടുപിടിക്കണമെങ്കിൽ PT കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് സ്റ്റീൽ 100 AST/BD. അപ്പോൾ ഇപ്പോൾ സപ്പോസ് 100 AST/BD നമുക്ക് ഇതിൻ്റെ ഇടയിലാണ് കിട്ടിയത്, 0.75നും 1നും ഇടയിലാണ് കിട്ടിയത്. ഇനി നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M25 ആണെങ്കിൽ നമുക്കിതാ ഈ വാല്യൂസ് ഇൻറ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ഇൻറ്റർപോളേറ്റ് ചെയ്യുന്നതെന്നും ടോസി വാല്യൂ കണ്ടുപിടിക്കുന്നതെന്നും. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ടോസിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്ത തൊട്ട് താഴെ തന്നെ ടേബിൾ നമ്പർ 20 ഉണ്ട്. അവിടെ നമുക്ക് ടോസി മാക്സിൻ്റെ വാല്യൂ കിട്ടും. അത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ്. അപ്പോൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ M20 കോൺക്രീറ്റ് ആണെങ്കിൽ 2.8 ആണ്, M30 കോൺക്രീറ്റ് ആണെങ്കിൽ 3.5 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോസി മാക്സ് ഈ 3 വാല്യൂസാണ് നമുക്ക് ഒരു ഡിസൈൻ ഷിയറിൽ ചെയ്യുമ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ടോസി മാക്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോയിന്റിലേക്കും പോവാം. അണ്ടർ നോ സർക്കംസ്റ്റൻസ് ഈവൻ വിത്ത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൾ ദ നോമിനൽ ഷിയർ സ്ട്രെസ് ഇൻ ബീം ടോവി എക്സീഡ്സ് ടോസി മാക്സ്. അതായത് ഒരു കാരണവശാലും ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് ഇങ്ങനൊരു കണ്ടീഷൻ വരാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇട്ട് ഡിസൈൻ ചെയ്താലും ഇടാതെ ഡിസൈൻ ചെയ്താലും ഒക്കെ ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരാനേ പാടില്ല. അതിനി ഏത് ബീമാണെങ്കിലും കോളമാണെങ്കിലും സ്ലാബ് ആണെങ്കിലും എന്ത് മെമ്പർ ഡിസൈൻ ചെയ്താലും ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാനേ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീഡിസൈൻ ചെയ്യണം. ഫോർ സോളിഡ് സ്ലാബ്സ് ദ നോമിനൽ ഷിയർ സ്ട്രെസ് ഷാൽ നോട്ട് എക്സീഡ് ഹാഫ് ദ അപ്രോപ്രിയേറ്റ് വാല്യൂ ഗിവൺ ഇൻ ടേബിൾ 20. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സ്ലാബിൻ്റെ കേസ് പഠിക്കുമ്പോൾ മെൻഷൻ ചെയ്യാം. അടുത്തത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. എപ്പോഴാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? വെൻ ടോവി ഈസ് ലെസ് ദാൻ ടോസി given in table 19 the minimum shear reinforcement shall be provided. അതായത് ടോവി ലെസ് ദാൻ ടോസി എന്നാണ് കിട്ടുന്നതെങ്കിൽ, ആദ്യം കണ്ടുപിടിച്ച ടോവി വാല്യൂ ലെസ് ദാൻ ടോസി എന്നാണ് കിട്ടുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ട, ഒരു മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് മിനിമം വാല്യൂ പ്രൊവൈഡ് ചെയ്താൽ മതി, വേറെ അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു AST മാക്സിമവും AST മിനിമം ഒക്കെ ഉണ്ട്, അതല്ലേ? അത് നമുക്ക് ക്ലോസ് 26.5.1.6 പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് നമ്പർ 47, 48 ഓക്കെ, അപ്പോൾ അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാം, ഇപ്പോൾ പറയുന്നില്ല. ഇനി അടുത്തത് എപ്പോഴാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്? വെൻ ടോവി എക്സീഡ്സ് ടോസി. അതായത് ടോവിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ടോസി എന്നാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കമ്പൾസറി ആയിട്ട് ചെയ്യണം. ഓക്കെ, ഇനി ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ഫോളോയിങ് ഫോം. താഴെ പറയുന്ന രീതിയിലാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആയിട്ട് കൊടുക്കാം. സെക്കൻഡ് വൺ ബെൻഡ് അപ്പ് ബാർസ് എലോങ് ദ സ്റ്റിറപ്സിനെ ബെൻഡ് അപ്പ് ബാറായിട്ട് കൊടുക്കാം. അടുത്തത് മൂന്നാമത്തത് ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ഈ ഷിയർ ബാർസ് ഡിസൈൻ ചെയ്യാം. ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്സ്, ബെൻഡ് അപ്പ് ബാർസ്, അടുത്തത് ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. ഓക്കെ, ഇനി അടുത്ത് വെൻ ബെൻഡ് അപ്പ് ബാർസ് ആർ പ്രൊവൈഡഡ് ദെയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ ഷിയർ റെസിസ്റ്റൻസ് ഷാൽ ബി മോർ ദാൻ ഹാഫ് ദാറ്റ് ഓഫ് ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ സാധാ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിനേക്കാളും ബെൻഡ് അപ്പ് ബാർസ് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റ് കൂടുതലായിരിക്കും. അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? The shear reinforcement shall be provided to carry the shear equal to VU minus tau C into BD. The shear strength of the reinforcement VUS shall be calculated as below. Okay, അപ്പോൾ നമ്മൾ ടോവി ഗ്രേറ്റർ ദാൻ ടോസി വരുമ്പോഴാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹോൾഡ് ചെയ്യേണ്ട ഫോഴ്സിൻ്റെ വാല്യൂ ആണ് VUS. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. VU മൈനസ് ടോസി ഇൻറ്റു BD. വി എന്ന് വെച്ചാൽ ടോട്ടൽ ഷിയർ ഫോഴ്സും ടോസി എന്താണെന്ന് നമുക്കറിയാം, കോൺക്രീറ്റിൻ്റെ ഷിയർ സ്ട്രെങ്ത്തുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് VUS കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനായിരിക്കണം നമ്മൾ ആ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണെങ്കിൽ അതിൻ്റെ സ്പേസിങ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം.
ഓൾറെഡി നമ്മൾ വി യു എസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഇക്വേഷൻ വെച്ചിട്ട് വി യു എസ് കണ്ടുപിടിക്കാം. ഇനി ഇതിൻ്റെ അകത്ത് 0.87 FY ഗ്രേഡ് ഓഫ് സ്റ്റീലാണ്. ASV എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ ഏരിയയാണ്. ഏത് ബാറാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് 8 mm സ്റ്റിറപ്സോ 10 mm സ്റ്റിറപ്സോ ആയിരിക്കും നമ്മൾ യൂഷ്വലി വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 2 ലെഗ്ഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 8 mm ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ π/4 × 8² × 2 ലെഗ്ഡ് ആയതുകൊണ്ട് × 2 ആ രീതിയിൽ കൊടുക്കും. D എന്ന് വെച്ചാൽ ബീമിൻ്റെ ഡെപ്ത്ത്, SV എന്ന് വെച്ചാൽ അതിൻ്റെ സ്പേസിങ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്പേസിംഗ് ആണ് കിട്ടുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി ഫോർ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ഓർ സീരീസ് ഓഫ് ബെൻഡപ്പ് ബാർസ് അറ്റ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ബാറും ബെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പല സെക്ഷനിലും പല രീതിയിൽ ബെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വി യു എസിന് പകരം നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. 0.87 FY ASV D / SV × അത്രയും ഇക്വേഷൻ സെയിം ആണ്. ഈ ഒരു ടേം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്, സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ. ആൽഫ എന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ഓർ ബെൻഡപ്പ് ബാർസ് ആൻഡ് ദ ആക്സിസ് ഓഫ് ദ മെമ്പർ നോട്ട് ലെസ് ദാൻ 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അടുത്തത് ഫോർ സിംഗിൾ ബാർ ഓർ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പാരലൽ ബാർ ഓൾ ബെൻഡപ്പ് അറ്റ് സെയിം ക്രോസ് സെക്ഷൻ. എന്ന് വെച്ചാൽ ഒറ്റ ഡയറക്ഷനിലേ നമ്മൾ ബെൻഡ് ചെയ്തിട്ടുള്ളൂ, ഒരേപോലെയാണ് ബെൻഡ് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വി യു എസ് = 0.87 FY ASV × സൈൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നൊക്കെ നമ്മൾ കിട്ടുന്നത് ഈ വി യു എസ് എന്ന് പറയുന്ന വാല്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. സിമ്പിൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ സ്പേസിങ്ങും കിട്ടും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസിലൊക്കെ ASV എന്താണ്, SV എന്താണ്, TOV എന്താണ്, TOC എന്താണ്, B എന്താണ്, FY, ആൽഫ, D ഇതൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ പേജ് നമ്പർ 73 72 ഇവിടെ മുതൽ ക്ലോസ് 40 മുതൽ ഈ പേജ് നമ്പർ 73 ലാസ്റ്റ് വരെയുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്ലോസും ഡിസൈനും ഏകദേശം മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അതിൻ്റെ സ്പേസിങ് ഒന്ന് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ SV കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്പേസിങ് കിട്ടി SV. ഈ സ്പേസിങ് ഓക്കെ ആണോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മാക്സിമം ആൻഡ് മിനിമം സ്പേസിങ് ക്രൈറ്റീരിയ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ മാക്സിമം സ്പേസിങ് പേജ് നമ്പർ 47 ക്ലോസ് 26.5.1.5. അപ്പോൾ അതിനകത്ത് മാക്സിമം സ്പേസിങ് കൊടുക്കാവുന്നത് 0.75 × D or 300 mm, വിച്ച് എവർ ഈസ് ലെസ്. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി ഒരു SV കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ മാക്സിമം എത്ര കൊടുക്കാമെന്നുള്ളത് 0.75 D അല്ലെങ്കിൽ 300. ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറുത് ഏതാണോ അത് വേണം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനേക്കാളും താഴെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന SV എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ഓക്കെ. ഇനി അടുത്ത മിനിമം സ്പേസിങ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് പേജ് നമ്പർ 48 ക്ലോസ് 26.5.1.6 കിടപ്പുണ്ട്. ASV / B × SV ആ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഈ SV കണ്ടുപിടിച്ച് നോക്കുക. അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച SV-നേക്കാളും കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇത് മിനിമമാണ്, ഇത് മാക്സിമമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ കണ്ടുപിടിച്ച SV എങ്കിൽ സേഫാണ്, അത് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈനിൽ അറിഞ്ഞിരിക്കാനായിട്ടുള്ളത്. ഇനി ജസ്റ്റ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് TOC, TOV, TOC max ഇതെല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് TOV < TOC TOC max എന്നാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് പ്രൊവൈഡ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, മിനിമം ഒരു സ്റ്റിറപ്സ് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് കിട്ടുന്നത് TOV > TOC ആണെങ്കിൽ അവിടെ പ്രശ്നമാണ്, അവിടെ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇനി TOV > TOC max ഇത് ഒരു കാരണവശാലും പെർമിറ്റഡ് അല്ല. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സംഭവം ഡിസൈൻ ചെയ്യരുത്, റീഡിസൈൻ ചെയ്ത് നിർത്തിയേക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ നമ്മളിവിടെ എഴുതാത്തത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് മാത്രം ഡിസൈൻ ചെയ്താൽ മതി. ഇനി TOV > TOC എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി സ്റ്റെപ്പ് നമ്പർ 2 ആദ്യം VUS കണ്ടുപിടിക്കണം. VUS കണ്ടുപിടിക്കാനായിട്ട് VU - TOC × BD. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 3 സ്പേസിംഗ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത VUSന് എത്ര സ്പേസിംഗ് ആണ് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെയുള്ള അതിൻ്റെ ഇക്വേഷൻ VUS = 0.87 FY ASV × D / SV. ഇതിൻ്റെ അകത്തുനിന്ന് SV കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി SV കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാക്സിമം ആൻഡ് മിനിമം സ്പേസിംഗിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ മാക്സിമം സ്പേസിംഗ് എന്ന് വെച്ചാൽ 0.75 D അല്ലെങ്കിൽ 300. ഇതിനകത്ത് ഏതാണോ മാക്സിമം അതാണ്, മിനിമം അതാണ് എടുക്കേണ്ടത്. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 8 or 10 mm സ്റ്റിറപ്സ് ആയിരിക്കും. അത് 2 legged ആയിരിക്കും. ഓക്കെ,
ഇനി നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റിറപ്സ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ബീം എടുത്താൽ നമ്മുടെ മെയിൻ ബാർ ഈ രീതിയിലാണ് കൊടുക്കുന്നത്, മുകളിലും ചിലപ്പോൾ ബാർ കൊടുക്കും. അപ്പോൾ അതിനെ ടാഗ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ഈ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാകും ഇതേപോലത്തെ കുറച്ച് റെക്റ്റാങ്കുലർ സ്ട്രിങ്സ് നമ്മൾ ബാറിലൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബീമാണെങ്കിൽ താഴെ ഇവിടെ 2 ബീമും മുകളിൽ 2 ബാറും ഉണ്ടെങ്കിൽ അതിനെ ചുറ്റി കൊടുക്കുന്ന ഈ ഒരു കമ്പനിയാണ് നമ്മൾ സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സ്പേസിക് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച SV. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ട് ഓവറോളായിട്ടും അറിയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് തിയറി ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എഴുതാം, ഒരു കോഡൽ പ്രൊസീജിയർ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തന്നെ എഴുതാം. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നമ്മുടെ പേജ് നമ്പർ 72, 73 ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഈ ലെക്ചറിൽ എത്രയാണുള്ളത്. നമുക്ക് അടുത്ത ലെക്ചറിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം.